ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസത്തിൻ്റെ മുമ്പുള്ളൊരു വീഡിയോസാണ് ഇത്. കൊണ്ടോട്ടി കോഴിക്കോട് റോഡിൽ ചെമ്മണ്ണൂരിൻ്റെ ഒരു വണ്ടി കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു അതിശയം തോന്നി. കാണാത്തൊരു മോഡൽ വണ്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കയറി കാണാം, എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞാനും മക്കളോടെയും ചെന്ന് നോക്കിയതാണ്. മക്കൾ കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനൊരു ബസ്സുണ്ട്, നമുക്കൊന്ന് കാണണമെന്ന്. ഇതിൻ്റെ ചക്രമൊക്കെ കണ്ടോ? ഇത് ഇത്രയും വലിപ്പമുണ്ട്, ഇത്രയും വീതിയുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വണ്ടിയാണേ. കാണാൻ തന്നെ എല്ലാവരും പെട്ടെന്ന് ആകർഷിക്കും ഇതെന്താണെന്നുള്ള ഒരിത്. പിന്നെ അതിന്ന് 2 കോണികൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കോണിയിലൂടെ കയറിയിട്ടാണ് നമ്മൾ പോവേണ്ടത്. നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വണ്ടിയാണ്. ഇതിൽ ചായപ്പൊടിയാണ് എന്നാണ് തോന്നുന്നത്. പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കയറിയിട്ട് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ മുമ്പൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മക്കൾ 2 പേരും ഇതാ അതിശയത്തോടെ നോക്കുകയാണ് കേട്ടോ. ഇത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പുറത്തുനിന്ന് തന്നെ നല്ല ഇഷ്ടത്തോടെ നോക്കി കാണുന്നുണ്ട് അവർ. ഈ ഭാഗത്തൊരു ഡോറുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു കോണിയും കൂടി ഉണ്ട്, അവിടെ ഒരു ഡോറുണ്ട്. മോളിങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരാൾ വന്നിട്ട് മോളെ കയറ്റി കൊണ്ട് പോവുകയാണ് കേട്ടോ. മോൾക്കിത് കയറണോ കയറണ്ടേന്ന് എത്തി അങ്ങോട്ടിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഉള്ളിൽ നിന്ന് ആളിറങ്ങി വന്ന് മോളെയും കയറ്റി പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കട്ടെ എന്താണെന്ന് അറിയാലോ. കണ്ടിട്ട് തന്നെ നല്ല അടിപൊളിയാണ്. കയറി ചെന്നപ്പം തന്നെ അത് മൊത്തം AC ആണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് അവിടെ. കാരണം ആ ചൂടത്താണ് ആ വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല കൂളിങ്ങാണ്. പിന്നെ അതിൽ ചായപ്പൊടി എന്ന് പ്രതീക്ഷിച്ച് ചെന്ന എനിക്ക് ചായപ്പൊടി മാത്രമല്ല കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ അതാ ആഭരണങ്ങളുണ്ട്, വെള്ളി ആഭരണങ്ങൾ, അതുപോലെ റോസ് ഗോൾഡ്, അങ്ങനെ വെറൈറ്റി വെള്ളി ആഭരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ജ്വല്ലറിയിൽ വെള്ളി ആഭരണങ്ങൾ കാണാറില്ല. അവിടെ വജ്രവും റോസ് ഗോൾഡും സ്വർണവും മാത്രമാണ് ഉണ്ടാവാറ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല റിങ് ഐറ്റംസ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം സൗകര്യം ഉണ്ടെന്ന് നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ തോന്നില്ല. നല്ല ബ്രേസ്ലെറ്റ് കേട്ടോ, അടിപൊളി ബ്രേസ്ലെറ്റ്, മാല, കണ്ടോ? സൂപ്പറായിട്ട് ഉണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, എങ്കിലും നല്ല അടിപൊളി വളകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്വർണവും വെള്ളിയും റോസ് ഗോൾഡും എല്ലാം ഉണ്ട് കേട്ടോ. 10 ദിവസമാണ് ഇവിടെ ഉണ്ടാവുക. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ 10ാമത്തെ ദിവസമായിരുന്നു. ഇന്നും കൂടിയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവർ 10 ദിവസം മറ്റൊരു സ്ഥലത്തായിരിക്കും. അങ്ങനെ ഓരോ ഭാഗത്തും 10 ദിവസമാണ് അവർ നിൽക്കാറുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു വണ്ടി നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് കയറി നോക്കുക, പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളിയിൽ നിർമ്മിച്ച റോസ് ഗോൾഡ്, വെള്ളിയിൽ നിർമ്മിച്ചത്. അപ്പോൾ അതിന് നല്ല ഉറപ്പുണ്ടാവും, കാണാനും നല്ല ഫിനിഷിങ് ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ ചായപ്പൊടി വാങ്ങിക്കാമെന്ന് കരുതി ചായപ്പൊടി ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നും കൂടി ഇതിൽ എത്രത്തോളം സൗകര്യം ഉണ്ട് എന്നുള്ളൊരു വീഡിയോസും കൂടി എടുക്കാമെന്ന് കരുതി. അതോടെ നിങ്ങൾക്കൊന്ന് കാണണമല്ലോ. ഇത് മാത്രം കണ്ടാൽ പോരല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സൗകര്യം ഉണ്ടെന്നും കൂടി അറിയണമല്ലോ. കാരണം എത്ര ആളുകൾക്ക് വന്നാലും കയറി പർച്ചേസ് ചെയ്യാം.
നമ്മൾ ചായപ്പൊടി വാങ്ങി അവിടെ നിന്ന് തന്നെ കൂപ്പണൊക്കെ ഫോണിലൊക്കെ കയറ്റിയിട്ട് പോരാമെന്ന് കരുതി. അങ്ങനെ കൂപ്പണൊക്കെ റെഡിയാക്കി തരികയാണേ. ഇന്നെന്തായാലും അവസാനത്തെ ദിവസമാണ് ഇവിടെ, 10ാമത്തെ ദിവസമാണ്. ഒരുപാട് ആളുകളിങ്ങനെ കാണാൻ വരുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, ചിലർ കണ്ടുപോകുന്നവരുമുണ്ട്. എന്നാലും ഒരുപാട് ആളുകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു ജ്വല്ലറി പോലെ തന്നെ തോന്നുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതൊരു വണ്ടിയുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാവുകയേ ഇല്ല. അത്രയ്ക്കും നല്ല ഒരു നീറ്റായിട്ടുണ്ട്. നമ്മുടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് തന്നെ പോവാന്നുള്ള ഒരു ഇതിലാണ്. എന്തായാലും നമ്മൾ ചായപ്പൊടിയൊക്കെ വാങ്ങി. പക്ഷേ റാണിമോൾക്ക് പോരാൻ ഒട്ടും താല്പര്യമില്ല. അവൾ ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. അവൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. ഡോറടഞ്ഞു. എന്തായാലും നമുക്ക് ഇറങ്ങണം. റാണിമോൾ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അവൾക്ക് അവിടെ തന്നെ കുറച്ച് സമയം കൂടി നിൽക്കാനാണ് ഇഷ്ടം. അതിനുള്ള കരച്ചിലാണ്. എന്തായാലും ഒരുവിധം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഉഷാറാക്കി കൊണ്ടുപോന്നു. ഇനി നമുക്ക് ഈ ഒരു വണ്ടി എങ്ങനെയെന്ന് മൊത്തം ഒന്ന് കാണാം അല്ലേ. ശരിക്കൊന്ന് വീഡിയോസ് എടുത്ത് കാണാം. ദാ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഈ വണ്ടിയുടെ ബാക്ക് ഭാഗമാണിത്. ഒരുപാട് ചക്രമുണ്ട്. ഇതാണ് എൻ്റെ മക്കളെ ആകർഷിച്ചത്. ഈ വണ്ടിക്ക് ഒരുപാട് ചക്രമുണ്ട്. ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു വണ്ടി, ബോച്ചയുടെ ഒരു വണ്ടി അവിടെ ഉണ്ട്. നമുക്ക് കയറാം എന്ന് ഒരുപാട് ദിവസമായി മക്കൾ പറയണു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.